ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितं च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरव। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമഃ. ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 6-ാമത്തെ അധ്യായം 28-ാമത്തെ ശ്ലോകം. യുഞ്ജനേവം സദാത്മാനം യോഗി വിഗത കൽമഷാം സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ. യുഞ്ജനേവം സദാത്മാനം യോഗി വിഗത കൽമഷാം सुखेन ब्रह्म संस्पर्शम अत्यंतम सुखम अश्नुते. केसरीदेव माता जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। युज्ञनेवं सदात्मानं योगी विगत कल्मषा सुखेन ब्रह्म संस्पर्शम अत्यंतं सुगम अश्नुते. हरे कृष्ण। ओके, कृष्ण प्रिया माता जी एंड सावित्री माता जी। हरे कृष्ण। युञ्जन्नेवं सदात्मानं योगी विगतकल्मषः सुखेन ब्रह्म संस्पर्शम् अत्यन्तं सुखमश्नुते। ओम नमो भगवते वासुदेवाय। युञ्जन्नेवं सदात्मानं योगी विगतकल्मषः सुखेन ब्रह्म संस्पर्शम् अत्यन्तं सुखमश्नुते. हरे कृष्ण. കൃഷ്ണപ്രിയ മാതാജിയുടെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വായിക്കൂ. അപ്രകാരം നിയന്ത്രിതാത്മാവായ യോഗി സദാ യോഗനിഷ്ഠനായി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിന്റെ അത്യുന്നതമായ അവസ്ഥയിലെത്തുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ധ്യാനയോഗത്തിനെ പറ്റിയാണ് ഭഗവാൻ അർജുന പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ധ്യാനയോഗം ഏതൊരു വ്യക്തിയാണ്, ഏതൊരു യോഗിയാണോ അതിൻ്റെ നിയമം അനുസരിച്ച് ചെയ്യുന്നത് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ് പറയുന്നത്. Thus the self-controlled yogi constantly engaged in yoga practice becomes free from the material contaminant, ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി കിട്ടും അവർക്ക്, and achieve the high stage of perfect happiness in transcendental loving service to. അങ്ങനെ ഏറ്റവും ഉന്നത നിലയിലുള്ള ആ ഒരു സന്തോഷം കിട്ടും. എങ്ങനെയാണ് ആ സന്തോഷം കിട്ടണമെങ്കിൽ ഭഗവാനെ ഭക്തിയുത സേവനത്തിൽ അനുഷ്ഠിക്കണം. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഹയസ്റ്റ് പെർഫെക്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ യോഗ പ്രാക്ടീസ് ശരിക്കും ഭഗവാൻ ആഗ്രഹിക്കുന്ന പ്രകാരം അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ആണെങ്കിലും ശരി, ഭക്തി യോഗ ആണെങ്കിലും ശരി, അഷ്ടാംഗ യോഗി ഒരു ഭക്തനായിട്ട് തീർന്നാൽ അപ്പോൾ ഭഗവാന്റെ സർവീസ് കിട്ടും. അല്ല, ഭക്തനായിട്ട് തീർന്നില്ലെങ്കിൽ അപ്പോൾ പരമാത്മാവിന്റെ ആ റിയലൈസേഷൻ മാത്രമേ കിട്ടും, അവിടെ സേവനം ഉണ്ടായിരിക്കില്ല. ഇവിടെ പ്രഭുപാദ ഒരു അഷ്ടാംഗ യോഗി ആണെങ്കിലും കൂടിയിട്ട് ഒരു ഭക്തനായിട്ട് മാറും ആ സമയത്ത്. അപ്പൊ തീർച്ചയായിട്ടും വൈകുണ്ഠത്തിലെത്താൻ പറ്റും, ഹയസ്റ്റ് ഹാപ്പിനെസ് കിട്ടും, അങ്ങനെ ഭക്തിയുത സേവനം ചെയ്യാനുള്ള അവസരം കിട്ടും. അല്ലെങ്കിൽ ഭഗവാൻ അവർ റിയലൈസേഷൻ ഇല്ലെങ്കിൽ അവർക്ക് ഭക്തിയുത സേവനം കിട്ടില്ല. അപ്പോൾ ഭക്തിയുത സേവനം ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ സേവിക്കുക? നമുക്ക് വായുവിൽ നമുക്ക് സേവിക്കാൻ പറ്റില്ലല്ലോ.
ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ രൂപം സച്ചിദാനന്ദ രൂപം കാണണം, അല്ലെങ്കിൽ ഈവൺ അർച്ചവിഗ്രഹം കാണണം നമുക്ക്, അല്ലേ? ചില യോഗ ക്ലബിലൊക്കെ പോയാൽ ഒരു പോയിന്റ് അതിനെ കേന്ദ്രീകരിച്ചിട്ട് നമ്മളെ ധ്യാനിക്കാൻ പറയും നമ്മളോട്. നമുക്ക് തലവേദനിക്കും, ഒരു ഡോട്ട് അതിനെ ഫോക്കസ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഒരു ലാമ്പ്, ഒരു വിളക്ക്, അതിൻ്റെ ആ നാളത്തിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പറ്റില്ല. നമുക്ക് ഭഗവാന്റെ അർച്ചവിഗ്രഹത്തിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, അല്ലേ? ഭഗവാൻ സ്വയം അർച്ചവിഗ്രഹത്തിൽ വരുമ്പോൾ ഓക്കെ, ഭഗവാൻ സ്വയം സച്ചിദാനന്ദ രൂപത്തിൽ വരാമെങ്കിലും ഓക്കെ, നമുക്ക് അതിന് ദിവ്യ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഭഗവാനെ തരാണെങ്കിൽ. അത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അർച്ചവിഗ്രഹത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സേവനം ഒരു പേഴ്സണെ പറ്റില്ല, അബ്സ്ട്രാക്ട് ലൈനിന് സേവനം ചെയ്യാൻ പറ്റില്ല, അല്ലേ? പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഇതെല്ലാം ഒരു രൂപത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അബ്സ്ട്രാക്ട് ലൈറ്റിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഭഗവാൻ രൂപമുണ്ടെങ്കിൽ മാത്രമേ. അത് അതിനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഭഗവാൻ സ്വയം അർച്ചവിഗ്രഹത്തിലൂടെ വരുന്നത്. അർച്ചവിഗ്രഹത്തിൽ വരുമ്പോൾ, കാരണം നമുക്ക് ഇപ്പോൾ ഉള്ളത് മാംസചക്ഷുവാണ്, ദിവ്യചക്ഷു തന്നിട്ടില്ല. ഭഗവാന്റെ സച്ചിദാനന്ദ രൂപത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലെ അർച്ചവിഗ്രഹത്തിൽ നമ്മൾ ഭഗവാനെ ഉപാസിക്കുന്നു. പിന്നെ നമ്മൾ സച്ചിദാനന്ദമായിട്ടുള്ള ആ തലത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ അപ്പോൾ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപത്തിൽ നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റും. സെൽഫ് റിയലൈസേഷൻ മീൻസ് നോയിങ് വൺസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഇൻ റിലേഷൻഷിപ്പ് ടു ദി സുപ്രീം. അതായത് എന്താണ് ഈശ്വര സാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ. നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, ആ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് മനസ്സിലാക്കുന്നതാണ് സെൽഫ് റിയലൈസേഷൻ. The individual soul is part and parcel of the Supreme, and his position is to render transcendental service to them. നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഭഗവാനെ നമ്മൾ സേവിക്കുകയാണ് ഭഗവാന്റെ അംശത്തിന്റെ കർത്തവ്യം. This transcendental contact with the Supreme is called Brahma Samsparsha. ബ്രഹ്മ സംസ്പർശ എന്താണ് ഇവിടെ എക്സാക്ട്ലി പറയുന്നത്? ബീയിങ് ഇൻ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ദ സുപ്രീം. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അത് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്യോതിയാവാം. എനിക്ക് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജീവാത്മാക്കളെയും പറയാം, പരമാത്മാവിനും പറയാം, ഭഗവാനും പറയാം. കോണ്ടെക്സ്ച്വലി നമ്മൾ അത് മനസ്സിലാക്കണം. ബ്രഹ്മ സംസ്പർശ എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. This transcendental contact with the Supreme is called ബ്രഹ്മ സംസ്പർശ, നമ്മളുടെ സമ്പർക്കം, ഭഗവാനായിട്ടുള്ള സമ്പർക്കം. ഇപ്പൊ നമ്മള് സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ആരാണ്, ഞാൻ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, മമൈ വാംസോ ജീവലോകേ. അതുകൊണ്ട് നമ്മളുടെ കർത്തവ്യം, നമ്മളെപ്പോഴും പോയി ഈ കയ്യ്, എപ്പോഴും പറയുന്ന പോലെ ഈ കയ്യ് എൻ്റെ ഈ മുഴുവൻ ശരീരത്തിന് സേവിക്കുകയാണ് വേണ്ടത്. ഈ കൈ ഒറ്റയ്ക്ക് സേവനം ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഈ കൈയ്യ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്, ഈ ഹോൾ ശരീരത്തിനെ സേവിക്കണം. അതേപോലെ നമ്മൾ ഭഗവാന്റെ അംശമാകുന്നതുകൊണ്ട് ഭഗവാൻ, ദ ഹോൾ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഭഗവാനാണ്. ആ ഭഗവാനെ നമ്മൾ സേവിക്കണം. അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മ സംസ്പർശ, ഭഗവാന്റെ. സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. സർവഭൂതസ്ഥമാത്മാനാം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ഹരേ കൃഷ്ണ. കൃഷ്ണപ്രിയ മാതാജി, സാവിത്രി മാതാജി. സർവഭൂതസ്ഥ ആത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ഹരേ കൃഷ്ണ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി
ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ ആരെങ്കിലും. ഒരു യഥാർത്ഥ യോഗി സർവ്വജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവ്വജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടു. കൃഷ്ണ. Very good. A true yogi observes me in all beings and also sees every being in me. Indeed, the self-realized person sees me, the same Supreme Lord, everywhere. അപ്പോൾ ശരിക്കുള്ള ഒരു യോഗി വര്യൻ എന്താണ്? എന്നെ എല്ലാവരിലും കാണുന്നു. ഒബ്സർവ്സ് മീ ഇൻ ഓൾ ബീങ്സ് ആൻഡ് ആൾസോ സീസ് എവറി ബീയിങ് ഇൻ മീ. ഇവിടെ അതായത് ഭഗവാനെ എല്ലാവരിലും കാണുന്നു, ആൻഡ് എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലും കാണുന്നു. രണ്ടും എങ്ങനെ നടക്കുന്നത്? ഉദാഹരണം എങ്ങനെ പറയാൻ പറ്റുക? A true yogi observes me in all beings. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലുണ്ട്, ആൻഡ് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനിലുണ്ട്. രണ്ടും കൂടി എങ്ങനെ? ഉദാഹരണം പറയാൻ പറ്റുമോ? എങ്ങനെയും ഇതെങ്ങനെ ഇത് മനസ്സിലാക്കുക? Indeed, the self-realized person sees me, the same Supreme Lord, everywhere. എല്ലാ സ്ഥലത്തും കാണുന്നു ഭഗവാനെ. എല്ലാവരും ഭഗവാനുണ്ട്, ഭഗവാൻ എല്ലാവരിലും ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, എൻ്റെ പോക്കറ്റിൽ 10 രൂപയുണ്ട്. ഈ 10 രൂപ പോക്കറ്റ് 10 രൂപയിലുണ്ട് എന്ന് പറഞ്ഞ് ശരിയാവോ? എൻ്റെ പോക്കറ്റിൽ 10 രൂപ ഉണ്ട്. ഓക്കെ, 10 രൂപയിൽ പോക്കറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഇപ്പോൾ ഇവിടെ പറയുന്നത്, അത് എങ്ങനെ മനസ്സിലാക്കും? ആ നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളിലും നമ്മള് ഭഗവാനെ, അതല്ലേ ഒരു ശ്ലോകല്ലേ പ്രഭുജി? അപ്പൊ എല്ലാ ജീവജാലങ്ങളും പരമാത്മാവായിട്ട് കൂടിയുള്ളത്. അപ്പൊ എല്ലാവരിലും ഭഗവാനുണ്ട് അല്ലേ? അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കുക? ഒന്ന് പറഞ്ഞു ശരിയാണ്. അല്ല, ഇത് പറഞ്ഞ് ശരിയെ. എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ പരമാത്മാവിന്റെ രൂപത്തിലുണ്ട്. ഒബ്സർവ്സ് മീ ഇൻ ഓൾ ബീങ്സ്, പരമാത്മാവായിട്ട്. പക്ഷെ എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവാത്മാക്കളും ഭഗവാനിലുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഒന്ന് പറഞ്ഞ് ശരിയാ. മറ്റേതെങ്ങനെ? അതിൻ്റെ എന്താ അറിയില്ല. ഗസ്. നമ്മള് എവിടുന്നാ വരുന്നത്? മഹാവിഷ്ണുണ്ട്, ഭഗവാനെന്ന്. അപ്പൊ നമ്മളെ ഭഗവാനില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ വരുന്നത്. ഭഗവാൻ പരമാത്മാവിന്റെ നമ്മുടെ ഉള്ളിലുമില്ലേ? രണ്ടുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ ഭഗവാനുണ്ട്, ഭഗവാൻ നമ്മളിലും ഉണ്ട്. ഭഗവാൻ നമ്മളുടെ പരമാത്മാവായിട്ട് നമ്മളെല്ലാവരും ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ആ മഹാവിഷ്ണു ശ്വസിക്കുമ്പോഴാണല്ലോ നമ്മൾ പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ രണ്ടും. പക്ഷെ നമ്മുടെ ഭൗതിക തലത്തിൽ പറയുമ്പോ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ പോക്കറ്റിൽ 10 രൂപയുണ്ട്. ഓക്കെ, 10 രൂപയിൽ പോക്കറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അത് ശരിയാവില്ല. പക്ഷെ ഇത് ആത്മീയ തലത്തിൽ ഭഗവാൻ ചെറുതാവും, ഏറ്റവും ചെറുതാവും, ഏറ്റവും വലുതാവും. ഏറ്റവും വലുതാവുമ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ഉള്ളിൽ, ഏറ്റവും ചെറുതാവുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എ ട്രൂ യോഗി ഒബ്സർവ്സ് മീ ഇൻ ഓൾ ബീയിങ്സ് ആൻഡ് ആൾസോ സീസ് എവറി ബീയിങ് ഇൻ മീ. ഇൻഡീഡ് ദ സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ സീസ് മീ, ദ സെയിം സുപ്രീം ലോർഡ് എവരിവെയർ. എല്ലാ ദിക്കിലും, എല്ലാ കണത്തിലും ഭഗവാനെ കാണുന്നു. ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരു വ്യക്തി എല്ലാറ്റിലും ഭഗവാന്റെ അംശം കാണുന്നു. ഭഗവാന്റെ പരമാത്മാവ്, സ്പിരിറ്റ് സോൾ, സൂപ്പർ സോളിനെ കാണുന്നു.
A Krishna conscious yogi is perfect seer because he sees Krishna, the Supreme, situated in everyone's heart as Super Soul Paramatma. Ishvara Sarvabhudanam Hridesha Arjuna Tishtati. അർജുനോട് ഭഗവാൻ പറയുന്നതാണ് ഈശ്വര സർവഭൂതനം, എല്ലാ ജീവജാലങ്ങളും ഈശ്വരനുണ്ട്. എവിടെയാണ്? ഹൃദയശേ അർജുന തിഷ്ഠതി. എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത്. The Lord in his Paramatma feature is situated within both the heart of the dog and that of a Brahmana. ഒരു നായുടെ ശരീരത്തിനും പരമാത്മാവ് രൂപത്തിനുണ്ട്, ബ്രാഹ്മണന്റെ ദേഹത്തിനുണ്ട്. The perfect yogi knows that the Lord is eternally transcendental and is not materially affected by his presence in either a dog or a Brahmana. അപ്പോ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായാലും മെറ്റീരിയലി എഫക്റ്റഡ് അല്ല ഭഗവാൻ. ഭഗവാൻ സ്പിരിച്വൽ ആണ്. അപ്പോഴും ഭഗവാൻ സ്പിരിച്വൽ ആണ്, മെറ്റീരിയൽ അല്ല. ദാറ്റ് ഈസ് ദ സുപ്രീം ന്യൂട്രാലിറ്റി ഓഫ് ദ ലോർഡ്. ദ ഇൻഡിവിജ്വൽ സോൾ ഈസ് ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡിവിജ്വൽ ഹാർട്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ 2 ആത്മാക്കളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ സോൾ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി, പിന്നെ ഒന്ന് സൂപ്പർ സോൾ, പരമാത്മാവ്. So one who is not factually in the practice of yoga cannot see so clearly. അപ്പൊ ഈ യോഗ അഭ്യാസം ചെയ്യാത്ത ആൾക്കാർക്ക് ഇതും കാണാൻ പറ്റില്ല. A Krishna conscious person can see Krishna in the heart of both the believer and the non-believer. അത് ആസ്തിക്കായാലും ശരി നാസ്തിക്കായാലും ശരി, ഈശ്വര വിശ്വാസമുള്ള ആൾക്കാരും ശരി നിരീശ്വരവാദി ആയാലും ശരി, എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്, പരമാത്മാവ്. അത് ഒരു ഭക്തനെ അറിയാൻ പറ്റും. In the Smriti, this is confirmed as follows. Atatatvacha matritvacha atmahi paramohari. The Lord being the source of all beings, he is like the mother and the maintainer. അപ്പോൾ ഭഗവാൻ ഒരമ്മയും അതേപോലെ സർവപാലകനുമാണ്. എല്ലാവരെയും പാലിക്കും, എല്ലാവരെയും പരിപാലിക്കും. As the mother is neutral to all different kinds of children, Supreme Father or Mother is also. Consequently, the Super Soul is always in every living being. Outwardly also, every living being situated in the energy of the Lord. ഞാൻ രണ്ടാമത് പറഞ്ഞല്ലേ, ഔട്ട്വേർഡ്ലി ആൾസോ എവറി ലിവിങ് ബീയിങ്, എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ ശക്തി. അപ്പൊ അത് പ്രകൃതിയിലും ആവാം. ഈ പ്രകൃതിയിലാണ് നമ്മളെല്ലാം, അല്ലെ? ഈ പ്രകൃതി ആരുടെയാണ്? ഭഗവാനാണ്. പിന്നെ അതുമല്ല, ഭഗവാൻ നമ്മളെ ഇട്ടിരിക്കുന്നത് മാർജിനൽ പൊട്ടൻസിയിലാണ്. അതും ഭഗവാന്റെ എനർജിയാണ്. മെറ്റീരിയൽ എനർജി ആണെങ്കിൽ അതും ഭഗവാന്റെ എനർജിയാണ്. അപ്പൊ നമ്മൾ സ്പിരിച്വൽ എനർജിയുടെ കീഴിലാണ് ശരി, മെറ്റീരിയൽ എനർജിയുടെ കീഴിലാണ് ശരി, മഹാമായുടെ കീഴിലാണ് ശരി, യോഗമായുടെ കീഴിലാണ് ശരി, ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാനിലുണ്ട്. So, as will be explained in the 7th chapter, the Lord has primarily 2 energies, the spiritual or superior and the material or inferior. The living entity, although part of the superior energy, is conditioned by the inferior energy. The living entity is always in the Lord's energy. Every living entity is situated in him in one way or other. Okay? അപ്പൊ നമ്മള് ജീവാത്മാക്കള് ആക്ച്വലി സുപ്പീരിയർ എനർജിയാണ്. ഭഗവാന്റെ പ്രകൃതി എക്സ്റ്റേണൽ എനർജി ഇൻഫീരിയർ ആണ്, നമ്മൾ സുപ്പീരിയർ ആണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് നമ്മൾ ഭഗവാന്റെ ഇൻഫീരിയർ എനർജിയിലേക്ക് താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കണ്ടീഷനിലാണ്, നമ്മൾ നമ്മളുടെ അസ്തിത്വത്തെ മറന്നു, നമ്മൾ കൺസെപ്ഷനിലാണ്. ഞാൻ ഈ ശരീരമാകുന്നു എന്ന അവസ്ഥയിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ സുപ്പീരിയർ നേച്ചർ അറിയാത്തത് കൊണ്ട് നമ്മൾ ഭഗവാന്റെ ആ ഇൻഫീരിയർ എനർജിയുടെ കീഴിൽ വരുന്നത്. ദ ലിവിങ് എനർജി ഈസ് ഓൾവേസ് ഇൻ ദ ലോർഡ്സ് എനർജി, ഭഗവാന്റെ. അപ്പോൾ അത് ഏതിലായാലും ശരി, സുപ്പീരിയർ ആണെങ്കിൽ ശരി, അവർ ഇൻഫീരിയർ അല്ലെങ്കിൽ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ, എപ്പോഴും എനർജിയുടെ അണ്ടറിലായിരിക്കും നമ്മൾ. വെദർ ഇറ്റ് ഈസ് സ്പിരിച്വൽ ഓർ മെറ്റീരിയൽ, വി ആർ അണ്ടർ ഹിസ് എനർജി. We are not independent. Every living
entity is situated in him in one way or other. ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നല്ലെങ്കിൽ പ്രകൃതി മായ അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി യോഗമായ. The yogi sees equally because he sees that all living entities, although in different situations, according to the results of fruitive work, in all circumstances, remain the servant of God. അപ്പോൾ ഒരു യോഗി എല്ലാവരെയും സമത്വത്തിൽ കാണുന്നു, ഈക്വിപ്പോയ്സായിട്ട് കാണുന്നു, ഈക്വലി കാണുന്നു. നമ്മളെല്ലാവരും വ്യത്യസ്ത പരിതസ്ഥിതിയിലാണ് ജീവിക്കുന്നതെങ്കിലും വ്യത്യസ്ത ശരീരത്തിലാണെങ്കിലും കൂടിയിട്ട് അക്കോർഡിംഗ് ടു അവർ കർമ്മ ഇൻ ആൾ സർക്കംസ്റ്റൻസ് റിമൈൻ സെർവൻറ്റ്. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവകന്മാരാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവനം. ഭഗവാൻ മാത്രമാണ് സേവനം സ്വീകരിക്കുന്നത്. നമ്മളെല്ലാം സേവനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ while in the material energy, the living entity serves the material senses, and while in the spiritual energy, it serves the Supreme Lord directly. ഈ വ്യത്യാസമുള്ളൂ. നമ്മളെപ്പോഴും സേവ ചെയ്തിരിക്കും, എപ്പോഴും സേവ ചെയ്യണം. സേവ ചെയ്യാണ്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ ആത്മീയ പ്രകൃതി. നമ്മൾ കണ്ടീഷണൽ നേച്ചറിലാണ് നിൽക്കുന്നത്, തീർച്ചയായിട്ടും ഭൗതിക പ്രകൃതിയെ സേവിക്കും. അല്ല, നമ്മൾ അതൊന്ന് ഉയർത്തപ്പെട്ടു, ആത്മീയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ നമ്മൾ ഭഗവാന്റെ യോഗമായി ആത്മീയ പ്രകൃതി നമ്മൾ സേവിക്കും. അതാണ് ഭഗവാൻ ഭഗവത്ഗീത പറയുന്നത്. എന്താണ് പറയുന്നത്? മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. മഹാത്മാനസ്തു മാം പാർത്ഥ, അതായത് മഹാത്മാക്കള് സെയിൻലി പേഴ്സണാലിറ്റീസ് എന്താ പറയുന്നത്? ദേവീം പ്രകൃതിമാശ, ഏതിനെ ആശ്രയിക്കുന്നു? ദേവി പ്രകൃതി. ദേവി പ്രകൃതി പറഞ്ഞാൽ ഡിവൈൻ എനർജി, സ്പിരിച്വൽ എനർജി. മഹാത്മാക്കളാണ് അവര്. അതുകൊണ്ട് ദേവീം പ്രകൃതിയിലാണ് അവര്. അതുകൊണ്ട് ഭജന്തി അനന്യ മനസ്സോ, അവരെ എന്നെ ഉപാസിക്കുന്നു. വേറെ ഒരു തോട്ടും വേറെ ഒന്നും അവർ മനസ്സിലില്ല, എന്നെ മാത്രം ഉപാസിക്കുന്നു മഹാത്മാക്കൾ. നേരെ മറിച്ച് ഡിവൈൻ എനർജിയിൽ അല്ലാത്ത ആൾക്കാർ അവരെന്താ ചെയ്യാ? കൃഷ്ണ സോറി. ദേവി ഹി ഏഷ ഗുണമയി മമ മായ ദുരതയ മാം ഏവയെ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിതേ. അവരും എനർജിയിലാണ്. ഭഗവാനെ പ്രാർത്ഥിക്കാത്തവര്, ഭഗവാനെ ഉപാസിക്കാത്തവര്, ഭഗവാനെ വിശ്വസിക്കാത്ത ആൾക്കാരെ, ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാത്ത ആൾക്കാരും അവരും ഭഗവാന്റെ എനർജി. പക്ഷെ അതേത് എനർജിയാ? ദേവീയേശ ഗുണമയി. അത് മഹാമായ മഹാമായ ദേവിയുടെ മമമായ. അങ്ങനത്തെ ആൾക്കാർക്ക് എന്നെ തരണം ചെയ്യാൻ, അതായത് ഈ മായശക്തിയെ തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മായാദേവി സമ്മതിക്കില്ല. പക്ഷെ എന്നെ ആരാണ് ശരണം പ്രാപിക്കുന്നത് അവർക്ക് ഈസി ആയിട്ട് ഈ മായയെ തരണം ചെയ്യാൻ പറ്റും. ദേവിഹേശ ഗുണമയി മമമായ ദുരത്തയ. വളരെ ബുദ്ധിമുട്ടാണ് അതിനെ തരണം ചെയ്യാൻ. മാം ഏ പ്രപദ്യന്തി, എന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത് മായ ഏതാം തരണം ചെയ്ത് വളരെ ഈസി ആയിട്ട് അവർക്ക് ഈ മായയെ തരണം ചെയ്യാൻ പറ്റും. So while in the material energy, the living entity serves the material senses. അപ്പോൾ നമ്മൾ ഭൗതിക തലത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഇന്ദ്രിയ ഭോഗങ്ങളുടെ ഏർപ്പെട്ട് ജീവിക്കും, നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കും. ആൻഡ് while in the spiritual energy, he serves the Supreme Lord directly. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ സേവിക്കും. In either case, the living entity is a servant of God. The vision of equality is perfect in a person in Krishna Pandit. രണ്ടായാലും ശരി നമ്മൾ സേവകന്മാരാണ്. മായയെ സേവിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കുക, മായയുടെ അണ്ടറിലായിരിക്കും. ഭഗവാനെ സേവിച്ചാൽ നമ്മുടെ യോഗമായ അണ്ടറിലായിരിക്കും. ടെക്സ്റ്റ് 30. യോ മാം പശ്യതി സർവത്ര സർവം ചാമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സാ ചാമേ ന പ്രണശ്യതി. യോ മാം പശ്യതി സർവത്ര സർവം ചാമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചാമേ ന പ്രണശ്യതി. ഓക്കെ, ശ്രീദേവി മാതാജി.
യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. അനുഭവം. കൃഷ്ണപ്രിയ മാതാജി ആൻഡ് സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. അനുഭവം. ഹരേ കൃഷ്ണ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേന പ്രണശ്യതി. കൃഷ്ണ. അനുഭവം. എന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചു. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവനെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എനിക്ക് അവനും പോവില്ല. ഹരേ കൃഷ്ണ. അനുഭവം. For one who sees me everywhere and sees everything in me, I am never lost, nor is he ever lost to me. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഏതൊരു വ്യക്തിയാണോ, ഏതൊരു യോഗിയാണോ എന്നെ എല്ലാവരിലും കാണുന്നത്, എല്ലാ സ്ഥലത്തും കാണുന്നത്, അതേപോലെ എല്ലാവരെയും എന്നിൽ കാണുന്നത്, അവർ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. എനിക്ക് അവർ ഒരു നഷ്ടപ്പെടുന്നില്ല. അതേപോലെ നോർ ഈസ് ഹി എവർ ലോസ്റ്റ് ടു മീ. എനിക്കും അവരെ നഷ്ടപ്പെടുന്നില്ല, അവർക്കും നഷ്ടപ്പെടുന്നില്ല, എനിക്കും നഷ്ടപ്പെടുന്നില്ല. എല്ലാവരിലും എന്നെ കാണണം, എന്നിൽ എല്ലാവരെയും കാണണം. ഇതാണ് ഭഗവാൻ പറയുന്നത്. So a person in Krishna consciousness certainly sees Lord Krishna everywhere. And he sees everything in Krishna. Such a person may appear to see all separate manifestations of the material nature, but in each and every instance he is conscious of Krishna, knowing that everything is a manifestation of Krishna's energy. എല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈ ക്രിയേഷനിൽ, അത് രണ്ട് ക്രിയേഷനും, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ക്രിയേഷൻ. അപ്പോൾ ആത്മീയ സൃഷ്ടിയാലും ശരി, അല്ലെങ്കിൽ ഭൗതിക സൃഷ്ടിയാലും. ഭൗതിക സൃഷ്ടി എന്ന് പറയാം, ആത്മീയ തലത്തിൽ നമുക്ക് സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഭൗതിക സൃഷ്ടി പറയാം, ആധ്യാത്മിക സൃഷ്ടി എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? എന്താണ് കാരണം? യെസ്, കൃഷ്ണപ്രിയ മാതാജി. ആധ്യാത്മിക സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. ഭൗതിക സൃഷ്ടി ശരിയാണ്. ആധ്യാത്മിക സൃഷ്ടി എന്തുകൊണ്ട് പറയുന്നില്ല? ഭഗവാനായി ഇതാക്കി ഇതല്ലേ, അതുകൊണ്ടാണോ? അല്ല, ഭഗവാന്റെ ഇതും ഭഗവാന്റെ അല്ലേ, ഭഗവാന്റെ ശക്തിയാണ്, അതും ഭഗവാന്റെ ശക്തിയാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് സൃഷ്ടിക്കപ്പെട്ടു അല്ലേ? അതിന് തുടക്കമുണ്ട്. ആധ്യാത്മിക സൃഷ്ടി പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ അത് പർട്ടിക്കുലർ ടൈമിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത് എറ്റേണലായിട്ട് നിൽക്കുന്നതാണ്. അതിന് തുടക്കമില്ല, അന്ത്യമില്ല. ഭൗതിക സൃഷ്ടിക്ക് തുടക്കമുണ്ട്, അന്ത്യമുണ്ട്. അതുകൊണ്ട് സൃഷ്ടിയാണത്, ക്രിയേഷനാണ്. മറ്റത് ക്രിയേറ്റഡ് അല്ല. സ്പിരിച്വൽ വേൾഡ് ഈസ് നോട്ട് ക്രിയേറ്റഡ്, ഇറ്റ് ഈസ് എറ്റേണലി എക്സിസ്റ്റിംഗ്. ദർ ഇസ് നോ ബിഗിനിങ് പോയിന്റ്, ദർ ഇസ് നോ എൻഡിങ് പോയിന്റ്. ബട്ട് മെറ്റീരിയലി ഇതിന് ബിഗിനിങ് പോയിന്റ് ഉണ്ട്, എൻഡിങ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് സ്പിരിച്വൽ ക്രിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആക്ച്വലി നമ്മൾ ശരിക്കും നോക്കുമ്പോൾ സ്പിരിച്വൽ ക്രിയേഷൻ പറയാൻ പറ്റില്ല. ക്രിയേറ്റഡ് മീൻസ് ദർ ഇസ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഹാസ് കം ഇൻ ടു എക്സിസ്റ്റൻസ് അല്ലേ? അത് എറ്റേണലി എക്സിസ്റ്റിംഗ് ആണ്, അവിടെ ബിഗിനിങ് ഇല്ല. മെറ്റീരിയൽ ക്രിയേഷൻ പറയുന്നത് ശരിയാണ്. മെറ്റീരിയൽ ക്രിയേഷൻ ദാറ്റ്സ് ഫൈൻ, ബട്ട് നോട്ട് സ്പിരിച്വൽ ക്രിയേഷൻ, ബിക്കോസ് സ്പിരിച്വാലിറ്റി or spiritual world is eternal. അതാണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ അൺമാനിഫെസ്റ്റേഷൻ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഭൗതിക തലത്തില്, ഭൗതിക ലോകത്തില്. അവിടെ അത് നടക്കുന്നില്ല ഇല്ലേ? ഇവിടെ ഭഗവാൻ പറയുന്നില്ലേ, മയ അധ്യക്ഷേന പ്രകൃതി സൂയതേസ ചരാചരം
ഏതു നാനേന കൗന്തേയ ജഗത് വിപരിവർത്തതേ. എന്റെ അധ്യക്ഷതയില് ഈ ഭൗതിക ലോകം വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. വിപരിവർത്തതേ, അതായത് മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ, മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ. ഇത് ഓൺഗോയിങ് പ്രോസസ്സാണ്. പക്ഷെ ആധ്യാത്മിക ലോകത്തിൽ അത് സംഭവിക്കുന്നില്ല. Such a person may appear to see all separate manifestations of the material nature, but in each and every instance he is conscious of Krishna. Knowing that everything is a manifestation of Krishna's energy, nothing can exist without Krishna. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നുമില്ല. ഭഗവാൻ കാരണം എല്ലാറ്റിൻ്റെയും കാരണം ഭഗവാനാണ്. ഭഗവാൻ ഇല്ലാത്ത ഒന്നുമില്ല. നമ്മളുടേതായിട്ട് വല്ലതും ഉണ്ടോ? അതായത് ഇപ്പോൾ ഈ പ്രപഞ്ചത്തില്, ഈ സൃഷ്ടിയില് നമ്മൾ വല്ലതും കൊടുന്നുണ്ടോ? എൻ്റെ എന്ന് പറയാൻ വല്ലതുണ്ടോ? ഈ വീട് എൻ്റെ ആണോ? ഈ ശരീരം എൻ്റെ ആണോ? ഈ കാണുന്ന ബന്ധുജനങ്ങൾ എൻ്റെ ആണോ? ആരാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, കുട്ടിയാണെങ്കിലും ശരി, ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, എൻ്റെ ആണോ? ഈ നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മളെയാണോ? ഈ വെളിച്ചം നമ്മളെയാണോ? വെള്ളം നമ്മളെയാണോ? ഈ പ്രകൃതി ഒന്നും നമ്മുടെ അല്ല. പിന്നെ എന്താണ് നമ്മുടെ ഉള്ളത്? അഹങ്കരിക്കാൻ. എന്നിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത്, അല്ലേ? ഞാൻ അതാണ് ഇതാണ് പറഞ്ഞിട്ട് എനിക്ക് അതുണ്ട് ഇതുണ്ട്. പക്ഷെ നമ്മളുടേതൊന്നുമല്ല. ഇതെല്ലാം കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ കർമ്മത്തിൻ്റെ അനുസരിച്ചിട്ട്. അത് കഴിഞ്ഞാൽ ഭഗവാൻ അത് വിഡ്രോ ചെയ്യും. പക്ഷെ നമ്മുടെ കയ്യിൽ ഒന്നുണ്ട്, നമ്മളുടേത്, അത് ഭഗവാന്റെ അല്ല. എന്താ അത് ഭഗവാന്റെ അല്ല, അത് നമ്മുടെ ഉണ്ട്. അത് മാത്രമേ നമ്മുടെ ഉള്ളൂ. ഭക്തിയാണോ എന്ത് ചെയ്യണം എന്നുള്ളത്? ഭക്തി യെസ്, ഒരു കണക്കിൽ അതും ശരി. ഞാൻ ഉദ്ദേശിച്ചതല്ല, ഭക്തി ശരിയാണ്. ഭക്തി കൃഷ്ണപ്രേമം നമ്മൾ ഭഗവാന് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഒരു ഇതാണ്. അതല്ലാണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എന്താ സെൽഫ് വിൽ അല്ല, ഈഗോ, ഫാൾസ് ഈഗോ. ഫാൾസ് ഈഗോ അത് മാത്രമേ നമ്മുടെ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാണ്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ കൺട്രോളറാണ്, ഞാൻ മാസ്റ്ററാണ്, ഞാൻ പ്രൊപ്പറേറ്ററാണ്, ഞാൻ അതാണ്, ഡോക്ടറാണ്, കമ്പൗണ്ടറാണ്, എഞ്ചിനീയറാണ്. ഇതെല്ലാം ഒരു ബോഡ്ലി കൺസെപ്ഷൻ, ഒരു ഈഗോ പറയില്ല, ഫാൾസ് ഈഗോ. അത് അത് ഭഗവാൻ തന്നില്ല. അത് നമ്മളുടെ ആഗ്രഹപ്രകാരം അതാണ് തലേന്ന് ഇങ്ങോട്ട് താഴ്ത്തി വെച്ചാൽ എല്ലാം പോയി, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു, അല്ലേ? അപ്പൊ നമ്മളെ റിനൗൺസ് ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഈ വീട് എഴുതി കൊടുക്കുന്നു, ഓക്കെ, ഈ പ്രോപ്പർട്ടി ഞാൻ എഴുതി കൊടുക്കുന്നു. ഈ പ്രോപ്പർട്ടിയും വീടും ഒന്നും എൻ്റെ അല്ല. ആർക്ക് എഴുതി കൊടുക്കുന്നത്? ഭഗവാൻ തന്നിട്ടുള്ള മെറ്റീരിയൽ, റോ മെറ്റീരിയൽ, സിമെന്റും എന്താ പറയുക, ബ്രിക്സും മരവും അയണും, ഇതെല്ലാം ഭഗവാൻ നമുക്ക് പ്രകൃതിയിൽ തന്നിരിക്കുന്നതാണ്. നമ്മൾ എവിടുന്ന് കൊടുത്തിട്ടില്ല. അതിനെ നമ്മൾ അസംബിൾ ചെയ്തിട്ട് ഒരു രൂപം ഉണ്ടാക്കി അവിടെ താമസിക്കുന്നത് മാത്രം. ഇത് എസ്റ്റേറ്റ് എൻ്റെ, ഓക്കെ, ഈ സ്ഥലം എൻ്റെ, ഈ വീട് എൻ്റെ, ഞാൻ ഇതെല്ലാം റിനൗൺസ് ചെയ്യാണ്. നമ്മൾ റിനൗൺസ് ചെയ്തില്ലെങ്കിലും ഭഗവാൻ ഒരു 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ അവിടുന്ന് ഓടിപ്പിക്കും. അപ്പൊ നമുക്ക് റിനൗൺസ് ചെയ്യാൻ പറ്റും ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഫാൾസ് ഈഗോ. അത് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ. അത് റിനൗൺസ് ചെയ്താൽ നമ്മൾ ശരിയായി. ഞാൻ ഭഗവാന്റെ സേവകനാണ്, ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ സേവകനല്ല, ഭഗവാന്റെ സേവകനാണെന്നുള്ള ആ ബോധത്തിലേക്ക് ഉയരുക. അതാണ് നമ്മൾ റിനൗൺസ് ചെയ്യേണ്ടത്. ജ്ഞാന വൈരാഗ്യം. അപ്പൊ ആ ജ്ഞാനത്തിലേക്ക് വരിക. വൈരാഗ്യം എന്താണ്? ഈ ഫാൾസ് ഈഗോ ത്യജിക്കുക. നമ്മൾ കാശിയിൽ പോയിട്ട് കൈപ്പയ്ക്ക ത്യജിച്ചു, കാരണം കൈപ്പയ്ക്ക അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല, അപ്പൊ കൈപ്പയ്ക്ക ത്യജിച്ചു. അതല്ല ഇവിടെ ഭഗവാൻ പറഞ്ഞത്. എന്തെങ്കിലും ത്യജിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ഞാൻ കൈപ്പയ്ക്ക കഴിക്കുന്നില്ല, കൈപ്പയ്ക്കാണ്ട് ത്യജിച്ചു.
സോ നത്തിങ് ക്യാൻ എക്സിസ്റ്റ് വിതൗട്ട് കൃഷ്ണ. ഭഗവാന്റെ എനർജിയിൽ എല്ലാം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണനില്ലാതെ, കൃഷ്ണന്റെ എനർജി അല്ലാതെ ഒന്നും ഇവിടെ കാണില്ല. ആൻഡ് കൃഷ്ണ ഇസ് ലോഡ് ഓഫ് എവറിഥിങ്. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാം മനസ്സിലാക്കിയാൽ ബേസിക്. കൃഷ്ണനില്ലാതെ ഒന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. either directly or indirectly it is Krishna or Krishna's energy. Everything. ഇവിടെ കാണുന്നത് മുഴുവനെ, കാണുന്നതും കാണാത്തതും ഒക്കെ കേട്ടോ. നമുക്ക് നമ്മളുടെ മാംസസക്ഷി കൊണ്ട് കാണാൻ ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലാത്ത ഒരുപാട് കാര്യമുണ്ട്. അതെല്ലാം ഭഗവാന്റെ കീഴിലാണ്. കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ലവ് ഓഫ് കൃഷ്ണ, എ പൊസിഷൻ ട്രാൻസെൻഡന്റൽ ഈവൻ ടു മെറ്റീരിയൽ ലിബറേഷൻ. At this stage of Krishna consciousness, beyond self-realization, the devotee becomes one with Krishna in the sense that Krishna becomes everything for the devotee and the devotee becomes full in loving Krishna. Now, ഭഗവാന്റെ രണ്ട് തരത്തിലുള്ള ഡിവോട്ടീസ് ഉണ്ട്. ഒരു കാറ്റഗറി ഡിവോട്ടീസ് പറയും, ഐ ആം യുവേഴ്സ്, ഞാൻ അങ്ങടെ ആകുന്നു. ഓക്കെ, യു പ്ലീസ് പ്രൊട്ടക്ട് മീ, പ്ലീസ് ഗിവ് മീ ദിസ്, പ്ലീസ് ഗിവ് മീ ദാറ്റ്. ഓക്കെ, യു ആർ മെയിൻറ്റെയിനിങ് മീ, യു ആർ പ്രൊട്ടക്ടിങ് മീ, ഐ ആം യുവേഴ്സ്. അത് അവര് വൈകുണ്ഠത്തിലുള്ള ആൾക്കാർ, വൈകുണ്ഠവാസികൾ. വൈകുണ്ഠത്തിലെത്തുന്ന ആൾക്കാർ ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിക്കുന്നു. അതിനെ പറയുന്നത് ത്വദീയത. ആ കാറ്റഗറി ത്വദീയത. ഓക്കെ, അവരുടെ എന്താണ്? ഐ എം യുവേഴ്സ്, ഞാൻ അങ്ങയ്ക്ക് ശരണം പ്രാപിക്കുന്നു, അങ്ങയാണ് എൻ്റെ ആശ്രയം മുഴുവന്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യൂ, എന്നെ മെയിൻറ്റെയിൻ ചെയ്യൂ എന്നുള്ളത്. എനിക്ക് വേറെ ആരുമില്ല, അങ്ങയാണ് എല്ലാം, ഞാൻ അങ്ങയുടെ സേവകനാണ്. ത്വദീയത. അവര് വൈകുണ്ഠത്തിലേക്ക് അവർക്ക് എത്തും. പിന്നെ വേറൊരു കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, അവര് മദീയത എന്ന് പറയും. അവരുടെ എന്താണ് കൺസെപ്റ്റ്? അവര് യു ആർ മൈൻ, അതായത് ഭഗവാൻ എൻ്റേതാണ്, അതാണ് അവരുടെ കൺസെപ്റ്റ്. അവരെവിടെ എത്തുക? ഒരു ഗോലോകത്തില്. യശോദമായി പറയുന്നു, കൃഷ്ണൻ എൻ്റെ മകനാണ്. ആൾക്കാർ പറയും അദ്ദേഹം ഭഗവാൻ. എന്ത് ഭഗവാൻ? എവിടുത്തെ ഭഗവാൻ? എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ, എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അപ്പൊ പേടിച്ച് വരച്ചിട്ട് എൻ്റെ പിന്നിൽ സാരിയും തൂങ്ങിയിട്ട് നിൽക്കും. എവിടുത്തെ ഭഗവാനാണ്? അവൻ എൻ്റെ മകനാണ്, എൻ്റെ മകനാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛൻ ജഗന്നാഥ് മിശ്ര സ്വപ്നത്തിൽ കണ്ടു. ഇത് വന്നിട്ട് ചോദിച്ചു, ആരോ, നിങ്ങൾക്കറിയോ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നിങ്ങളുടെ മകൻ ആരാണെന്ന്? നിങ്ങളുടെ ഭഗവാൻ സ്വയം, നിങ്ങളുടെ മകൻ സ്വയം ഭഗവാനാണ്. എന്ത് സ്വയം ഭഗവാൻ? ഞാൻ അവനൊരു നേരം ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കില്ല. ഭഗവാൻ അങ്ങനെയാണോ? അവൻ എൻ്റെ മകനാണ്. അപ്പോ അവിടെ വാത്സല്യഭാവം ആ ഭാഗവതത്തിനെ മീതെ കയറി, അതിനെ എക്ലിപ്സ് ചെയ്തു, അതിനെ മറച്ചു. അതുകൊണ്ട് അവർക്ക് എന്ത് പറഞ്ഞാലും ശരി, അവൻ എൻ്റെ മകനാണ്, അത്രയേ ഉള്ളൂ. ഭഗവാൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എനിക്കറിയില്ല, അവൻ എൻ്റെ മകൻ. ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഞാനാണ് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ആ ഭക്തന്മാർ വിചാരിക്കുന്ന ഹീസ് മൈൻ ആൻഡ് ഐ ഹാവ് ടു പ്രൊട്ടക്ട്. എങ്ങനെ യശോദമായ അല്ലെങ്കിൽ സച്ചി മാതാജി തൻ്റെ മക്കളെ കൃഷ്ണനെ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു, അത് അവരുടെ ഇതാണ്, അവരുടെ മക്കളാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ എന്നല്ല, ഭഗവാൻ അതൊക്കെ പിന്നെ വാത്സല്യം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ വാത്സല്യഭാവം ഈ ഭാഗവതത്തിനെ മറച്ചു. അപ്പോ ഗോലോകത്തിലുള്ള ഭക്തന്മാരുടെ എന്താണ്? മദീയത. ഹീസ് മൈൻ, യു ആർ മൈൻ. ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. യു ആർ ഓൺലി മൈൻ, എവറി വൺ ഓഫ് ദം. ആൻഡ് ഭഗവാൻ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഈച്ച് വൺ ഓഫ് ദം. എങ്ങനെ ദ്വാരകയില് 16,108 പത്നിമാരുടെ അടുത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഓരോ ഭക്തർക്കും എക്സ്ക്ലൂസീവ്ലി ഭഗവാൻ ഉണ്ട്. അവിടെ കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല. അപ്പോ 16,108 പാലസിലെ ഒരു കൃഷ്ണനെ ഇല്ലെങ്കിൽ അവിടെ വഴക്കാവില്ലേ?
ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഓരോ ജീവാത്മാക്കൾക്കും ഭഗവാൻ എക്സ്ക്ലൂസീവ്ലി അവിടെ ആ ഒരു ആദാൻ പ്രദാൻ റെസിപ്രോക്കൽ ഡീലിങ്സിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരിക്കും. അയ്യോ, ഭഗവാൻ 1 മണിക്കൂർ ഇവിടെ ഇരുന്നുള്ളൂ, പിന്നെ മറ്റേ പാലസിൽ പോയി, പിന്നെ മറ്റേ പാലസിൽ പോയി. അപ്പൊ അങ്ങനെ ഒരു എത്ര സമയം കിട്ടും? 16,008 ഭക്തന്മാർക്ക്, റാണിമാർക്ക്. അതുകൊണ്ട് യു ആർ ഓൺലി മൈൻ. കൃഷ്ണൻ എൻ്റെ മാത്രം പറഞ്ഞോളൂ, കുഴപ്പമില്ല. എല്ലാവർക്കും അങ്ങനെ പറയാനുള്ള അധികാരമുണ്ട്. അതാണ് ഭഗവാൻ. പ്രഭുപാദ പറയാറുണ്ട്, ഹൈദരാബാദ് നവാബൻ 100 ഭാര്യമാരിലും മീതുണ്ടായിരുന്നത്. വലിയൊരു ഇതാണത്. എന്തോ വലിയൊരു മഹത്വമാണ്. 100 ഭാര്യമാരിലും മീതുണ്ടായിരുന്നു നവാബ് ഓഫ് ഹൈദരാബാദിന്. അതിൽ ഒന്നേ ഉള്ളൂ, അയാള് വിസ്തരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരു കൊല്ലത്തില് എത്ര സമയം ഓരോ ഭാര്യമാർക്ക് കൊടുക്കാൻ പറ്റും? കാര്യമില്ല. പേരിന് പറയാം എനിക്ക് 100 ഭാര്യയുണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഹി കനോട്ട് മെയിൻറ്റെയിൻ ദം. പൈസ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഹി കനോട്ട് ഗീവ് ടൈം ടു ദം ഇൻഡിവിജ്വലി. ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ. ഭഗവാൻ അങ്ങനെയല്ല. സോ ത്വദീയത ആൻഡ് മദീയത. ത്വദീയത മീൻസ് ഐ ആം യുവേഴ്സ്, മദീയത മീൻസ് യു ആർ മൈൻ. രണ്ടും ഒരേപോലെ തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട് അല്ലെ? പറയുമ്പോൾ ഐ എം യുവേഴ്സ് യു ആർ മൈൻ പറയുമ്പോൾ രണ്ടും ഒരേപോലെ തോന്നുന്നു, പക്ഷെ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. So an intimate relationship between the Lord and the devotee then exists. In that stage, the living entity can never be annihilated, nor is the personality of Godhead ever out of the sight of the devotee. To merge in Krishna in spiritual annihilation. The sentence is full. An intimate relationship between the Lord and the devotee then exists. In that stage, the living entity can never be annihilated, nor is the personality of God ever out of sight of the devotee. To merge in Krishna is spiritual. Okay. അതായത് നമ്മൾ സ്പിരിച്വൽ, അതായത് ആധ്യാത്മിക തലത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കാൻ ആഗ്രഹിച്ചാൽ നമ്മൾ, അതായത് സ്പിരിച്വൽ സൂയിസൈഡ്. ആക്ച്വലി സൂയിസൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, പക്ഷെ എങ്കിലും നമ്മുടെ ആത്മാവിനെ കൊല്ലുന്നതിന് തുല്യമാണ് നമ്മൾ ഭഗവാനിൽ ലയിക്കാൻ ആഗ്രഹിച്ചാൽ. അതാണ് ഇവിടെ പറയുന്നത്. ടു merge in കൃഷ്ണ ഈ സ്പിരിച്വൽ അനൈലേഷൻ. നമ്മുടെ ആ സ്പിരിച്വൽ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് തുല്യമാണ്. ഡിവോട്ടി ടേക്സ് നോ സച്ച് റിസ്ക്. അങ്ങനത്തെ ഒരു റിസ്ക് ഡിവോട്ടി എടുക്കില്ല. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ ബ്രഹ്മസംഹിത 5.38. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. I worship the primeval Lord, Govinda, who is always seen by the devotee whose eyes are anointed with the pulp of love. അപ്പൊ ആർക്കാണ് ഭഗവാനെ കാണാൻ പറ്റുക? പ്രേമ അഞ്ജന ചുരിത വിലോചന. നമ്മുടെ കണ്ണ് പ്രേമം കൊണ്ടുള്ള അഞ്ജനം എഴുതിയതായിരിക്കണം, മറ്റേ കൺമഷിയല്ല. പ്രേമാഞ്ജന ചുരിത. അവർക്ക് മാത്രം, ആർക്കാണോ ശുദ്ധ പ്രേമുള്ളത് അവർക്ക് മാത്രമാണ് ഭഗവാനെ ദർശിക്കാൻ പറ്റുള്ളൂ. വിത്ത് ദ പൾപ്പ് ഓഫ് ലവ്, അനോയിന്റഡ് വിത്ത് ദ പൾപ്പ് ഓഫ് ലവ്. പ്രേമാഞ്ജന ചുരിത. ഹി ഈസ് സീൻ ഇൻ ഹിസ് എറ്റേണൽ ഫോം. ഏത് ഫോമിലാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുമ്പോൾ? ആ ശുദ്ധ ഭക്തിയുള്ള, ശുദ്ധ സ്നേഹം, പ്രേമമുള്ള ആൾക്കാർക്ക് ശ്യാമസുന്ദര, ത്രിഭംഗ ലളിത ഫോം. ശ്യാമസുന്ദര, ഡാർക്കിഷ് കോംപ്ലക്ഷൻ, ഒക്കെ ബ്യൂട്ടിഫുൾ ഹാൻസം ആയിട്ടുള്ള ശ്യാമസുന്ദര ഫോം. 3 ബെൻഡഡ് ഫോം അല്ലേ? കഴുത്തില് ഒരു ബെൻഡ്, അരയിലൊരു ബെൻഡ്, കാലില്. അങ്ങനെ ആ 3 ബെൻഡഡ് ശ്യാമസുന്ദര ത്രിഭംഗ ലളിത ഫോമാണ് ഭഗവാൻ തൻ്റെ ഡിവോട്ടീസിൽ കാണിച്ചു കൊടുക്കുക.
എവിടെ? സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഹാർട്ട് ഓഫ് ദ ഡിവോട്ടി. ഭഗവാൻ ഭക്തന്റെ ഹൃദയത്തില് ആ ദർശനം കാണിച്ചു കൊടുക്കുന്നു. So at this stage, Lord Krishna never disappears from the sight of a devotee. Nor does the devotee ever lose sight of the Lord. അപ്പോൾ ഈ സ്റ്റേജില് ഭഗവാൻ ഒരിക്കലും ഭക്തന്റെ ആ ദൃഷ്ടിയിൽ നിന്ന് മായില്ല. Nor does the devotee ever lose the sight of the Lord. അതുപോലെ ഭക്തനും ഭഗവാന്റെ ആ ദൃശ്യം നഷ്ടപ്പെടില്ല. In the case of a yogi who sees the Lord as Paramatma within his heart, the same applies. അതായത് പരമാത്മാവിനെ കാണുന്ന ആ യോഗി വര്യനും അതന്നെയാണ് ഹൃദയത്തിൽ കാണുന്നത്. The same applies. Such a yogi turns into a pure devotee and cannot bear to live for a moment without seeing the Lord within himself. അപ്പൊ ആ യോഗി ഒരു ശുദ്ധ ഭക്തനായിട്ട് മാറിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ യോഗ പ്രാക്ടീസിന് ഭക്തിയാണെങ്കിൽ ഭക്തിയും കൂടിയും അതിലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഭഗവാനെ ദർശിക്കാൻ പറ്റും, സേവ ചെയ്യാൻ പറ്റും. ഭക്തി ആയിട്ടില്ലെങ്കിൽ വെറും പരമാത്മാവിന്റെ ആ ഒരു ഇതാണ് ഫോക്കസ് ആണെങ്കിൽ അവിടെ ഭഗവത് സേവനം നടക്കില്ല. സാക്ഷാത്കാരം നടക്കും, സേവനം നടക്കില്ല. അതന്നെ ഇവിടെ പറയുന്നത്. Such a yogi turns into a pure devotee. അങ്ങനെ ആ യോഗാഭ്യാസം ചെയ്ത് ആ ഉന്നത തലത്തിലെത്തി ഒരു ഭക്തനായിട്ട് മാറിയാൽ, ടേൺസ് ഇൻ ടു എ പ്യൂർ ഡിവോട്ടി. അപ്പൊ എന്താ? ഹി കനോട്ട് ബിയർ ടു ലീവ് ഫോർ എ മൊമെന്റ്. ഭഗവാനെ സേവിക്കാതെ ഒരു നിമിഷം കൂടി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു അമ്മയ്ക്ക് ഇപ്പൊ ജനിച്ച കുഞ്ഞ് അത്രയും സ്നേഹം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടി ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിപ്പോയാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല അമ്മയ്ക്ക്. സോ മച്ച് അറ്റാച്ച്മെന്റ് അല്ലേ? അതേപോലെ തന്നെ ഭഗവാനും തൻ്റെ ഭക്തന്മാരില്ലാണ്ട് പറ്റില്ല, ഭക്തന്മാർക്കും ഭഗവാൻ ഇല്ലാണ്ട് പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറ്റ്സ് നോട്ട് വൺ വേ ട്രാഫിക്. ഓക്കെ, ഭഗവാനും അതായത് അതാണ് ആ വിപ്രലംബ ഭാവം, ലവ് ഇൻ സെപ്പറേഷൻ. അപ്പോൾ ലവ് ഇൻ സെപ്പറേഷൻ വരുമ്പോൾ ഭഗവാൻ ഭക്തന്മാർ ഇല്ലാണ്ട് ജീവിക്കുമ്പോൾ, ഭക്തന്മാർ ഭഗവാൻ ഇല്ലാണ്ട് ജീവിക്കുമ്പോൾ അവരുടെ ആ ഭക്തി എത്രയോ മടങ്ങ് കൂടും. വിപ്രലംബ ഭാവത്തിലാണ് ഭക്തി കൂടുക. യൂണിയനിലും പിന്നെ വാട്ട് യു കോൾ സെപ്പറേഷനിലും. ഏതിലാണ് കൂടുതൽ അവിടെ സ്നേഹം ഉണ്ടായിരിക്കുക? സെപ്പറേഷനിലുണ്ടായിരിക്കും. So such a yogi turns into a pure devotee and cannot bear to live for a moment. ഒരു നിമിഷം കൂടി. അതാണ് ചൈതന്യ മഹാപ്രഭു യുഗായുധം നിമേഷേന ചക്ഷുഷാ പ്രവർസായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേനമേ. ആ ഗോവിന്ദന്റെ വിരഹത്തില് എന്താണ് പറയുന്നത്? യുഗം. ഒരു യുഗം എന്താണ്? ഒരു മിനിറ്റ് യുഗമായിട്ട് കാണും. ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ. ശൂന്യമായിട്ട് തോന്നും, വെറും ശൂന്യം, സീറോ, നോ വാല്യൂ. ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ഒരർത്ഥവുമില്ല. അപ്പോ ഓരോ നിമിഷം ഒരു യുഗത്തെ പോലെ നമുക്ക് തോന്നും. അതേപോലെ വിരഹത്തില് നമ്മൾ യൂണിയനിലോ ഒരു യുഗം കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞ പോലെ തോന്നും. ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് എസ്പെഷ്യലി ബോയ് ആൻഡ് ഗേൾസ് ആ ഇനീഷ്യൽ ലവിങ് സ്റ്റേജില് അവർ മീറ്റ് ചെയ്യുമ്പോൾ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അയ്യോ ഇത്ര വേഗം സമയം തീർന്നു. അവർക്ക് ഒരു മണിക്കൂർ സംസാരിച്ച പോലെ തോന്നും അല്ലേ? അല്ലെങ്കിൽ ഒരു മണിക്കൂർ സംസാരിച്ചില്ലെങ്കിൽ ഒരു മിനിറ്റ് സംസാരിച്ച പോലെ തോന്നും. നേരെ മറിച്ച് രണ്ടുപേരെ അന്യോന്യം ഇഷ്ടപ്പെടുന്നില്ല. അവര് ഒരു മണിക്കൂർ നിന്നാൽ അയ്യോ നമ്മൾ ഒരു ദിവസം ചെലവഴിച്ച പോലെയോ. കാണിച്ചാൽ അവിടെ ഇഷ്ടമില്ല. അപ്പോൾ
രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു നിമിഷമായി തോന്നും, ഇഷ്ടമില്ലെങ്കിൽ ഒരു നിമിഷം ഒരു ദിവസമായിട്ട് തോന്നും. അതാണ് ഇവിടെ പറയുന്നത്, the pure devotee cannot bear to live for one moment, a moment without seeing the Lord within himself. ആണ് ശുദ്ധഭക്തന്മാരുടെ അവസ്ഥ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. 31 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാ കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णवी की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेम। हरे कृष्णा।